ഇസ്രയേൽ ഹമാസ് പോരാട്ടത്തിൽ ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സിനെ പ്രതിരോധിക്കാൻ ഹമാസ് ഒരുക്കിയ ചതിക്കുഴികളെ തകർത്തു മുന്നേറുവാനും ഒളിവിടങ്ങളിലും തുരങ്കങ്ങളിലും ഭയലേശമില്ലാതെ കടന്നുകയറി ആക്രമിക്കുവാനും ഹമാസിൻ്റെ അവസാന ഭീകരനെയും തീർക്കും വരെ വിശ്രമമില്ല എന്ന് പ്രഖ്യാപിക്കുവാനും ഇസ്രയേലിന് ആത്മവിശ്വാസം കൊടുക്കുന്നത് IDFൻ്റെ പോരാട്ടവീര്യം മാത്രമല്ല, കൃത്രിമ ബുദ്ധിയുള്ള അതിനൂതന യുദ്ധോപകരണങ്ങളുടെ സഹായത്തോടു കൂടിയുള്ള സേനാ വിന്യാസം കൂടിയാണ്. ഹമാസ് ഭീകരരെ വെള്ളം കുടിപ്പിക്കുവാൻ പര്യാപ്തമായ മൈക്രോ സൂയിസൈഡ് UAV അടക്കം ഇസ്രയേൽ സേനയുടെ പക്കലുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ് കില്ലർ ഡ്രോണുകളെ പരിചയപ്പെടാം. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയ്ക്ക് താഴെയായി കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുന്നത് പുതിയ വീഡിയോകൾ അപ്പോൾ തന്നെ ലഭ്യമാകാൻ സഹായിക്കുന്നതാണ്. മനുഷ്യ പൈലറ്റും ജീവനക്കാരുമില്ലാത്ത വിമാനത്തെയാണ് പൊതുവെ UAV അഥവാ അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ എന്ന് വിളിക്കുന്നത്. 20-ാം നൂറ്റാണ്ടിലാണ് ഇവ ആദ്യം പ്രത്യക്ഷപ്പെട്ടത്. 21-ാം നൂറ്റാണ്ടോടുകൂടി സൈന്യത്തിൻ്റെ അതിപ്രധാന യുദ്ധോപാധിയായി UAVകൾ മാറി. UAVകളുടെ പ്രവർത്തനത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതികവിദ്യ കൂടി ഉൾപ്പെടുത്തിയതോടുകൂടി ഇവയുടെ പ്രഹരശേഷിയും അവയ്ക്കെതിരെയുള്ള വിമർശനങ്ങളും പതിന്മടങ്ങായി. നിർമ്മിത ബുദ്ധി യുദ്ധോപകരണങ്ങളിൽ അനിയന്ത്രിതമായി സമന്വയിപ്പിച്ചാൽ ഭാവിയിലുണ്ടായേക്കുന്ന വിപത്തുകൾ, മനുഷ്യരാശിക്കുണ്ടാകാവുന്ന ഭീഷണികൾ ഇവ ലോകം ചർച്ച ചെയ്യുമ്പോൾ തന്നെ യുദ്ധഭൂമിയിലെ അതിദുർഘട രക്ഷാദൗത്യത്തിൽ AI UAVകൾ തന്ത്രപ്രധാനമായി പങ്കുവഹിക്കുമെന്ന് ഇസ്രയേൽ തെളിയിച്ചു കഴിഞ്ഞു. AI ഡ്രോണുകൾ ഇസ്രയേൽ ആദ്യം വ്യാപകമായി ഉപയോഗിച്ചത് ഗാസയിലെ ഹമാസ് ഭീകരരെ തിരിച്ചറിഞ്ഞ് ആക്രമിക്കുന്നതിലേക്കായി 2021 മെയ് മാസത്തിലാണ്. ഗാസ പോലെ ഒരു ജനവാസ മേഖലയിൽ ഹമാസ് ഒരുക്കുന്ന കെണികൾ മറികടന്ന് സിവിലിയൻസിന് ആപത്തൊന്നും കൂടാതെ ബന്ദികളാക്കപ്പെട്ട തങ്ങളുടെ പൗരന്മാരെ മോചിപ്പിക്കുക എന്നത് അത്യന്തം ശ്രമകരമായ ഒരു ദൗത്യമായിരുന്നു. കൃത്രിമ ബുദ്ധിയിൽ ഞൊടിയിടയിൽ വിവരങ്ങളെത്തിച്ച് പ്രവർത്തിക്കുന്ന മൈക്രോ ഡ്രോണുകളുടെ ആവശ്യകത ഇസ്രയേലിന് എത്രത്തോളം സഹായകരമാവുമെന്ന് ഊഹിക്കാവുന്നതാണ്. ഗാസയിലെ പട്ടണപാതകളിലൂടെ കടന്നുപോകുന്ന ഇസ്രയേലി ഭാരമേറിയ യുദ്ധ ടാങ്കുകൾ പൊടുന്നനെ ഒരു തുരങ്കത്തിലേക്ക് താണുപോകും വിധമുള്ള ചതിക്കിണികളും ഭൂമിക്കടിയിലുള്ള തുരങ്കത്തിൽ അതിക്രമിച്ചു കയറുന്ന സേനയെ ഛിന്ന ഭിന്നമാക്കാൻ ശേഷിയുള്ള ടൈമർ ഘടിപ്പിച്ച സ്ഫോടക വസ്തുക്കളുമൊക്കെ ഹമാസ് ക്രമീകരിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതികവിദ്യയിൽ പ്രവർത്തിക്കുന്ന ഇസ്രയേലിൻ്റെ ലാനിയസ്, നിനോക്സ്, വോൾവറിൻ എന്നീ അത്യാധുനിക UAVകൾ IDFൻ്റെ ജോലിഭാരം എത്രത്തോളം കുറയ്ക്കുന്നുവെന്ന് പരിശോധിക്കാം. AI ഐഡൻറ്റിഫിക്കേഷനുള്ള ഡ്രോണുകൾ, ആയുധ കേന്ദ്രങ്ങൾ, എതിരാളികളുടെ നീക്കങ്ങൾ എന്നിവ സൈന്യത്തിന് മുന്നിൽ സഞ്ചരിച്ച് IDFന് കാട്ടിക്കൊടുക്കുന്നു. വിദൂര നിയന്ത്രണ സംവിധാനത്തിൽ പ്രവർത്തിക്കുവാൻ കഴിയുമെന്നത് മാത്രമല്ല, GPS, GNS എന്നിവ ഉപയോഗപ്പെടുത്തുവാൻ കഴിയാത്ത തുരങ്കങ്ങൾ പോലെയുള്ള പരിതസ്ഥിതിയിൽ കൃത്രിമ ബുദ്ധി ഉപയോഗിച്ച് ഒരു പരിധിവരെ സ്വയം പ്രവർത്തിക്കുവാൻ ഇവയ്ക്ക് കഴിവുണ്ട്. വിവരശേഖരണത്തിനും വിശകലനത്തിനുമുപരി സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും വഹിക്കുവാനും ക്ലിയറൻസിനായി IEDകൾ പ്രവർത്തിപ്പിക്കുവാനും AI ഡ്രോണുകൾക്ക് കഴിയും. കൈകൾ കൊണ്ട് വിക്ഷേപിച്ച് നിയന്ത്രിക്കാവുന്ന എൻക്യാപ്സുലേറ്റഡ് ഡ്രോണായ സ്പിയേഴ്സ് നിനോക്സ് 40MD എന്ന മൈക്രോ ടൈപ്പിക്കൽ ഡ്രോണിനെ സൈന്യത്തിന് ടാബുകൾ വഴി നിയന്ത്രിക്കാൻ കഴിയും. 35 മിനിറ്റ് ഒറ്റത്തവണ പറക്കുന്ന ഈ ഡ്രോൺ 25 മൈൽ വേഗത്തിൽ പറക്കും. ഇതൊരു ഐസ്റ്റാർ ഡ്രോൺ ആയതുകൊണ്ട് തന്നെ ഇൻ്റലിജൻറ്റ്, രഹസ്യാന്വേഷണം, നിരീക്ഷണം, ടാർഗറ്റിംഗ് എന്നിവയൊക്കെ വളരെ ഭംഗിയായി നിർവഹിക്കും. കമാൻഡ് കൺട്രോൾ യൂണിറ്റിലേക്ക് നിലവിലെ സ്ഥിതി കൃത്യമായി കാണിക്കാൻ നിനോക്സ് 40ക്ക് കഴിയും. 103mm, 63mm ബാലിസ്റ്റിക്, ഡേ നൈറ്റ് ക്യാമറ, AI കമ്പ്യൂട്ടർ വിഷൻ, ഓട്ടോമാറ്റിക് ടാർഗറ്റ് ട്രാക്കിംഗ്, ഹോമിംഗ് അൽഗോരിതം, GPS, GPNSS, ഇനേർഷ്യൽ മെഷർമെൻറ്റ് യൂണിറ്റ് എന്നിവ ഉൾക്കൊള്ളിച്ചിട്ടുള്ള നിനോക്സ് 2-വേ ഡേറ്റ ലിങ്ക് നെറ്റ്വർക്കിംഗ് സ്വയം ഉപയോഗപ്പെടുത്തുന്നു. മൈക്രോ സൂയിസൈഡ് UAV എന്ന വിശേഷണമുള്ള ലാനിയസിന് 45 മൈൽ വേഗതയിൽ സ്ഫോടക വസ്തുക്കളുമായി പറക്കുവാൻ കഴിയും. ഇത് സൈന്യത്തിന് ഒറ്റയ്ക്കോ കമ്പനിയുടെ ലീജിയൻ എക്സ് റോബോട്ടിക് മദർഷിപ്പ് UAVയിൽ നിന്നോ വിക്ഷോഭിക്കാവുന്നതാണ്. വീഡിയോ അനലിറ്റിക്സ് ഉപയോഗിച്ചാണ് ലാനിയസ് എവിടേക്ക് പ്രവേശിക്കണമെന്ന് തീരുമാനിക്കുന്നത്. ഭീകരർ ഒളിച്ചിരിക്കുന്ന ഒരു കെട്ടിടത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ആദ്യം ലാനിയസ് കെട്ടിടത്തിൻ്റെ
എൻട്രൻസ് പോയിന്റ് മാപ്പ് ചെയ്യുകയും എതിരാളികളെ പോയിന്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇതെല്ലാം ഞൊടിയിടയിൽ ചെയ്യുവാനുള്ള സാങ്കേതികത ലാനിയസിൽ ഒരുക്കിവച്ചിട്ടുണ്ട്. തുരങ്കങ്ങൾ പോലെയുള്ള ഒളിത്താവളങ്ങളിൽ പോലും എവിടെയും തട്ടാതെ പ്രവർത്തിക്കുവാൻ ഇതിൻ്റെ AI അൽഗോരിതം സുസജ്ജമാണ്. ഹമാസിൻ്റെ ക്രോസ് ഫയർ സ്ഥാപനങ്ങൾ തകർക്കുന്നതിനൊപ്പം IDFന് കെട്ടിടത്തിനുള്ളിലെ ഭീകരരുടെ സ്ഥാനം, നീക്കങ്ങൾ എന്നിവയെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ എത്തിക്കുവാൻ കഴിയുന്ന ഒരു ആൻറ്റി പേഴ്സണൽ മിലിറ്ററി ഡിവൈസായി ലാനിയസിനെ ഉപയോഗപ്പെടുത്താം. ഐസ്റ്റാർ ടൈപ്പ് ദൗത്യങ്ങൾ നിർവഹിക്കുന്നതിനായി പ്രത്യേകമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള മറ്റൊരു AI ഡ്രോണാണ് വോൾവറിൻ. AI ഒപ്റ്റിക്കൽ തെർമൽ സെൻസറുകൾ ഉപയോഗപ്പെടുത്തി പ്രവർത്തിക്കുന്ന വോൾവറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പ്രത്യേക റോബോട്ടിക് ക്ലാവിൻ്റെ സഹായത്തോടുകൂടി IEDകളോ മറ്റ് സ്ഫോടക വസ്തുക്കളോ പിടിച്ചെടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. ടാബ്ലറ്റ്, VR ഹെഡ്സെറ്റ് എന്നീ ഇൻ്റർഫേസുകൾ വഴി നിയന്ത്രിക്കാൻ കഴിയുന്ന വോൾവറിന് മൈക്രോ റോബോട്ടുകൾ, പെലോഡുകൾ എന്നിവയെ കൃത്യത്തിനായി 7 കിലോമീറ്റർ ദൂരം വരെ 45 മൈൽ വേഗതയിൽ പറന്നെത്തിക്കാൻ കഴിയും. വലിപ്പം കുറഞ്ഞ യുദ്ധോപകരണങ്ങൾ ഉപയോഗിച്ച് കൃത്യമായി ഡാറ്റ അനാലിസിസിലൂടെ യാന്ത്രിക ബുദ്ധിയും കൂടി ഉപയോഗപ്പെടുത്തി സ്വയം നിയന്ത്രിത യുദ്ധോപകരണങ്ങൾ നിർമ്മിക്കുക എന്നതാണ് ഇനിയുള്ള കാലം ലോക സൈനിക ശക്തികളുടെ ലക്ഷ്യം. ചൈനയും അമേരിക്കയും ഈ മേഖലയിൽ വലിയ മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കരയിൽ ഡ്രോണുകൾ നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുമ്പോൾ കടലിൽ അൺക്രൂഡ് USVയും വഹിച്ച് ഷൂഹായോൻ പുറത്തിറങ്ങിയിട്ടുണ്ട്. ജാരി എന്നറിയപ്പെടുന്ന ഇത്തിരി കുഞ്ഞൻ അൺക്രൂഡ് USVക്ക് മിനി ഡിസ്ട്രോയർ എന്നാണ് വിശേഷണം. ഒരു വിദൂര ആയുധ സ്റ്റേഷൻ ഉപയോഗിച്ച് ഉപരിതലത്തിൽ നിന്ന് വായുവിലേക്ക് മിസൈലുകളെ വിക്ഷേപിക്കാനുള്ള ULS സജ്ജമാണ്. റഡാറുകളും ഇലക്ട്രോ ഒപ്റ്റിക്കൽ ഡിവൈസുകളും ഇതിൽ ഘടിപ്പിക്കുവാൻ കഴിയും. മെയ് 18 പുറത്തിറക്കിയ 88.5 മീറ്റർ നീളവും 14 മീറ്റർ വീതിയും 6 മീറ്റർ ആഴവുമുള്ള ചൈനയുടെ സ്വയം നിയന്ത്രിത കപ്പലിൻ്റെ ഡക്കിലാണ് ഇവൻ്റെ വിശ്രമം. സദേൺ മറൈൻ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഗാങ്ഡോങ് വികസിപ്പിച്ചെടുത്ത കപ്പലിന് ഡ്രോണുകൾ, സബ്മർസിലുകൾ എന്നിവ ഉൾപ്പെടെ 1 ഡസനോളം UAVകളെ വഹിക്കാൻ കഴിയും എന്നാണ് അറിയുന്നത്. ഈ സംവിധാനം ലോകത്തിൽ തന്നെ ആദ്യത്തേതെന്നാണ് ചൈന അവകാശപ്പെടുന്നത്. ഇതിലുപയോഗിക്കുന്ന പവർ സിസ്റ്റംസ്, പ്രൊപ്പൻഷൻ സിസ്റ്റംസ്, ഇൻ്റലിജൻസ് സിസ്റ്റം, സർവേ ഓപ്പറേഷൻ സപ്പോർട്ടിംഗ് സിസ്റ്റം എന്നിവയെല്ലാം ചൈന തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തതാണെന്നാണ് അവകാശപ്പെടുന്നത്. ചൈനയിലെ ഏറ്റവും വലിയ കപ്പൽ നിർമ്മാണ കമ്പനിയായ ചൈന സ്റ്റേറ്റ് ഷിപ്പ് ബിൽഡിംഗ് കോർപ്പറേഷൻ്റെ അനുബന്ധ സ്ഥാപനമാണ് കപ്പൽ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. കരയിലും കടലിലും ആകാശത്തിലും നിർമ്മിത ബുദ്ധിയുടെ അപ്രമാദിത്യം നാളെ മാനവരാശിക്ക് ഭീഷണിയായി മാറുമെന്ന ആശങ്ക പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. നിർമ്മിത ബുദ്ധിയെ യുദ്ധതലത്തിൽ അനിയന്ത്രിതമായി ഉപയോഗിക്കുന്നതിനെതിരായ വിമർശനങ്ങളെ US-ൻ്റെയും ചൈനയെയും ചൂണ്ടിക്കാട്ടി ഇസ്രയേൽ പ്രതിരോധിക്കുന്നു. AI സാങ്കേതികവിദ്യയെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് ഭാരതത്തിൻ്റേതെങ്കിലും സാങ്കേതികവിദ്യയുടെ അനിയന്ത്രിതമായ ഉപയോഗം മനുഷ്യരാശിക്കുണ്ടാകുന്ന വിപത്തിൻ്റെ മുന്നറിയിപ്പ് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി വളരെ ശക്തമായി ലോകരാജ്യങ്ങളെ അറിയിച്ചിട്ടുണ്ട്. ഒരേ സമയം രക്ഷകനും ശിക്ഷകനുമായേക്കാവുന്ന ഇരുതല മൂർച്ചയുള്ള വാളാണ് AI എന്നത് പല സന്ദർഭങ്ങളിലും തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. നിർമ്മിത ബുദ്ധി അടിസ്ഥാനമാക്കി ഇൻഡോറിലെ പിസർവ് ടെക്നോളജീസ് എന്ന സ്റ്റാർട്ടപ്പ് നഭ്രക്ഷക് എന്ന AI ഡ്രോൺ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ജലാശയങ്ങളിൽ മുങ്ങിത്താഴുന്നവരെ കണ്ടെത്തി രക്ഷിക്കുന്നതിനാണ് ഈ ഡ്രോൺ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ജലാശയങ്ങളിൽ മുങ്ങുന്നവരെ കണ്ടെത്തുകയും അലാറം മുഴക്കുകയും അവർക്ക് വേണ്ട ജീവൻരക്ഷാ സഹായങ്ങൾ നൽകുവാനും ഈ ഡ്രോണിന് കഴിയും. മറ്റു ഡ്രോണുകളിൽ നിന്ന് വ്യത്യസ്തമായി ഓൺബോർഡ് കമ്പ്യൂട്ടറിൽ പ്രവർത്തിക്കുന്ന നഭ്രക്ഷക് കടലിലും നദിയിലും മറ്റ് ജലാശയങ്ങളിലും അകപ്പെടുന്നവരെ കണ്ടെത്തുകയും ആളെ കണ്ടെത്തിയാൽ ബേസ് സ്റ്റേഷനിൽ അലാറം ഉയർത്തുകയും അപകടത്തിൽപ്പെട്ട വ്യക്തിക്ക് അടിയന്തിരമായി ഒരു ലൈഫ് സേവ് ജാക്കറ്റ് ഡ്രോണിൽ നിന്നും ജലത്തിലേക്ക് ഇട്ടുകൊടുക്കുകയും ചെയ്യുന്നു. രക്ഷാപ്രവർത്തകർ എത്തിച്ചേരും വരെ ഇത് അപകടത്തിൽപ്പെട്ടയാൾക്ക് ജീവൻ രക്ഷ ഉറപ്പുവരുത്തുന്നു. ഉത്തർപ്രദേശിലെ നദിയിൽ ബോട്ട് മറിഞ്ഞുണ്ടായ അപകടമാണ് ഇങ്ങനെയൊരു ഡ്രോണിൻ്റെ നിർമ്മിതിക്ക് പ്രചോദനമായത്. ലോകത്തിലെ തന്നെ ആദ്യ AI റെസ്ക്യൂ ഡ്രോൺ ഇതാണ് എന്ന് കമ്പനി അവകാശപ്പെടുന്നത്. നിലവിൽ നാവികസേനയുടെ ഗരുഡ് ഡ്രോൺ രക്ഷാദൗത്യത്തിൽ സജീവമാണ്. AI മനുഷ്യരാശിക്ക്
എങ്ങനെ നാശവും സഹായവും ചെയ്യുന്നുവെന്ന് കണ്ടു കഴിഞ്ഞല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്കും ഷെയറും നൽകുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.